ചൂടായ ചീൻചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 7 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി വലിയൊരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്ത് തൊലിയോടുകൂടി തന്നെ നമുക്കത് കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് ചീര അരിഞ്ഞത്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴട്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 3 കപ്പ് കടലപ്പരിപ്പ് നല്ലതുപോലെ വേവിച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണമുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോണത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കുറുകിയ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് മല്ലിയിലയിട്ട് മിക്സ് ചെയ്തെടുത്താൽ ദോശയുടെയും ഇഡ്ലിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ പിന്നെ ചോറിന് ഒഴിച്ചുകറിയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏത് ചീര വേണമെങ്കിലും ചേർക്കാം, ഏത് പരിപ്പും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പയറുപരിപ്പോ മസൂർ ദാലോ തുവരം പരിപ്പോ ഒക്കെ ഉപയോഗിക്കാം.